മൊഡ്യൂൾ 4 9th പേജ്. 9th പേജ്. 50 പേജാണോ? പേജ് നമ്പർ 9 ആണ്. 9. Good afternoon, teacher. Fourth module, ma'am. Fourth module. Good afternoon, ma'am. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. Okay. കഴിഞ്ഞ ക്ലാസ് കണ്ടോ? ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ? നല്ല ഉറക്കത്തിലെ എല്ലാരും ടീച്ചർ കണ്ടോ? ഞാനില്ല ഏട്ടാ റോബൻ. ഇല്ല ഞാനില്ല ഏട്ടാ. ഞാനിവിടെ കൂളായിട്ട് ഇരിക്കാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. ടീച്ചർ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്, നല്ല മൂഡിലാണ്. ഞാൻ ഈ മൂഡ് കളയോന്നറിയില്ല. ആ ഓവർവ്യൂ എടുത്ത് എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? നമ്മള് വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള് ആ ഓവർവ്യൂ? എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അല്ലെ? രോഗവ്യാപന തോതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, ഒക്കെ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് എടുത്ത് തുടങ്ങേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാനോ? ഇൻസിഡൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല മിസ്, സ്റ്റാർട്ട് ചെയ്യും മിസ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇൻസിഡൻസ്. നമ്മളെല്ലാവരും ഇപ്പൊ പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ് അല്ലെ? ചിലപ്പോഴൊക്കെ ഫുഡ് കഴിച്ച് ചിലർക്കൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ വരാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ചിലപ്പോ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫുഡ് പോയിസൺ വന്നിട്ടുണ്ട്. ചിലരൊക്കെ അഡ്മിറ്റ് ചെയ്തു അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇൻസിഡൻസിന്റെ ആ ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രിവെലൻസ് അല്ലെ? നമ്മുടെ കൊറോണയുടെ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. എന്ന് പറഞ്ഞ മാതിരി ഇൻസിഡൻസ് റേറ്റിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് കഴിച്ച് റയറായി വരും. ഞാൻ എല്ലാവരും പറയുന്നില്ല കേട്ടോ, ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാവരും തന്നെ മിക്കപ്പോഴും പുറത്തുനിന്നൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും അല്ലെ എന്തെങ്കിലും ചിലർക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഇൻസിഡൻസ് പഠിപ്പിക്കുമ്പോൾ, ഇൻസിഡൻസ് എന്ന് പറയുന്ന പ്രത്യേക സമയത്ത് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും മാറ്റേഴ്സ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു റേറ്റ് കണക്കാക്കുക. എത്രത്തോളം ആളുകൾക്ക് വ്യാപിച്ചു അല്ലെ? എത്രത്തോളം പേർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് 2-3 പേർക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നിന്ന് ഇന്ന ദിവസം ഫുഡ് കഴിച്ച മറ്റുള്ളവർക്കും അല്ലെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ആ റിസ്ക് അവിടെ നിന്ന് കഴിച്ച ഒരു മറ്റു വ്യക്തികൾക്കും കൂടി ഉള്ളൂ സാധ്യത. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു റിസ്ക് വരാനായിട്ടുള്ള സാധ്യത. കുറച്ച് പേർക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വന്നു ആ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ, ചിലർക്ക് ഇന്ന റിപ്പോർട്ടുകൾ അല്ലെ? ചിലർക്ക് ഛർദി വോമിറ്റിംഗ് പ്രോബ്ലം വന്ന് അല്ലെങ്കിൽ തലകറക്കം വന്ന് എന്തെങ്കിലുമൊക്കെ സംതിങ് പ്രോബ്ലം വന്നുവെങ്കിൽ ബാക്കി അല്ലെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് പേഴ്സൺസിനെയും കൂടി കണ്ടെത്തിയിട്ട് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഇൻസിഡൻസ് റേറ്റ്. ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് മൂവ് ചെയ്ത് പോവാം. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് ഡിസീസസ്. അതായത് റേറ്റ് ആയിട്ട് ഇപ്പോ ഒരു രോഗനിർണയം സംബന്ധിച്ച ഒരു കാര്യമാണ് ഇൻസിഡൻസിൽ വരുന്നത്. ആ ഇൻസിഡൻസ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് ഡിസീസസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. അതായത് എത്ര പേർക്കാണ് ആ ഒരു സംഭവം ഇൻസിഡന്റ് സംഭവിച്ചിരിക്കുന്നത്, എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചിരിക്കുന്നത്, അത് ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് സാധ്യതയുണ്ട് അല്ലെ? ആ ഹോട്ടലിൽ കഴിച്ച വ്യക്തികൾക്ക് ഇന്ന ദിവസം കഴിച്ച ഇന്നത്തെ ദിവസം ആണെങ്കിൽ ഇന്നത്തെ ദിവസം കഴിച്ച വ്യക്തികളായിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട്. 1-2-3 പേർക്ക് എന്തെങ്കിലും വോമിറ്റിംഗ് പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ് അണ്ടറിൽ വരുന്നത്? ഇന്നത്തെ ആ ദിവസം ആ ഹോട്ടലിൽ അല്ലെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച വ്യക്തികൾക്കായിട്ട്. ഇപ്പൊ നിങ്ങൾ ആ ഒരു ഇൻസിഡൻസ് റേറ്റ് കണക്കാക്കുന്നത് ആ ഒരു ഇതിലാണ്.
എന്താണ് an incidence rate is the number of recent cases of a diseases divided by the number of persons at risk for the diseases. അതേമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രകൃതിക്ഷോഭം സംഭവിച്ചു അല്ലെ, ഒരു ഇടുക്കിയിൽ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേഖലയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ചുപേര് അഡ്മിഷൻ വന്നു, പിന്നെ അവിടെ തിങ്ങി പാർത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും ഡിനോമിനേറ്റർ വരിക അല്ലെ. ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിരിക്കുന്ന ഒരു മേഖലയിലുള്ള വ്യക്തികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണോ സംഭവിച്ചിരിക്കുന്നത് ആ സംഭവിച്ചിരിക്കുന്ന റിസ്ക് അത് എത്രത്തോളം പേർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Their incidence is an important rate. It is the proportion of people at a risk who develop diseases in the course of a specific time period. അപ്പൊ കുറച്ച് പേർക്ക് അല്ലെ, കുറച്ച് പേർക്ക് ഇങ്ങനെയുള്ള രോഗാവസ്ഥ വരാം. ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്താ പറയുക പ്രകൃതി ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞത്. ഒരു രോഗത്തിന്റെ അവസ്ഥ വരുമ്പോൾ നമുക്കറിയാം രോഗം വരുന്നത് എന്താണ്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാരണം കൊണ്ടാണ് അല്ലെ. ആ ഒരു രോഗികൾ വരാനായിട്ടുള്ള സാധ്യതയുള്ളത് എത്ര പേർക്കാണോ അത് മനസ്സിലാക്കിയെടുക്കാൻ കൂടി വേണ്ടിയിട്ട് എത്ര പേർക്ക് ഇനി ചിലപ്പോൾ നമുക്കറിയാം ചില അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ അതിന് വേണ്ടി സജ്ജമാക്കേണ്ട ഒരു അവസ്ഥയ്ക്കുണ്ട്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കാണണമെങ്കിൽ എത്രത്തോളം പേർക്ക് ഇത് സാധ്യതയുണ്ട് എന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത്തരത്തിലുള്ള റേറ്റ് കണ്ടുപിടിച്ചു കഴിയുമ്പോഴാണ് അതനുസരിച്ചിട്ടുള്ള സജ്ജീകരണം ചെയ്യാനായിട്ട് സാധിക്കുക. വീണ്ടും ആ ഫോർമുല പറയുന്നുണ്ട്. ഇൻസിഡൻസ് റേറ്റ് number of new cases of diseases in a given time period divided by total percent time at risk during the follow-up period. Clear ആയോ എന്താണ് ഇൻസിഡൻസ് എന്നുള്ളത്? എന്തെങ്കിലും ഒരു പുതിയ കേസ്, ഞാൻ അപ്പൊ ഹോട്ടലിലെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത വ്യക്തികളായിരുന്നു, പെട്ടെന്ന് കുറച്ച് പേർക്ക് എന്തെങ്കിലും അസുഖം സംഭവിച്ചു, പിന്നെ അസുഖം വരാൻ സാധ്യതയുള്ളവരെ കണക്കാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് ഉണ്ടായെങ്കിൽ അത് ഡിനോമിനേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള റേറ്റ് കണക്കാക്കുന്നത്. അതിൽ 3 key elements ആണുള്ളത്. അതായത് ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. പുതിയ കേസുകളാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. വരാൻ സാധ്യതയുള്ള പേഴ്സൺസ് അതാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഇവിടെ ടൈം എലമെന്റ് വരുമ്പോൾ പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസ് ഡിഫക്റ്റഡ്. അതായത് ഇന്നലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെ, അവിടെ ഹോട്ടലിലെ ഭക്ഷണത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കഴിച്ചു പോയി, പ്രശ്നങ്ങളൊന്നും. ഇന്നാണ് 2-3 പേർക്ക് ഇങ്ങനത്തെ റിപ്പോർട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ടുഡേ ഇന്നത്തെ കാര്യം മാത്രം കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ, ഇന്നത്തെ ടൈം ഷെഡ്യൂൾ മാത്രം നോക്കേണ്ടതുള്ളൂ. ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഫുഡ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ഫുഡ് കഴിച്ചവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഇതിലെ 2 മെയിൻ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് പറയുന്നുണ്ട്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റ്. അതായത് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ കൂടി വരാൻ അല്ലെ, കൂടി ഒരുപാട് 1-2 പേരുകൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു, മറ്റൊരു ഹോസ്പിറ്റലിൽ 2-3 പേര് അഡ്മിറ്റ് ചെയ്തു, അങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിൽ അതൊരു ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ആണ്. അത് ഒരുപാട് കുറച്ച് പേർക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് അല്ലെ, കുറച്ച് പേർക്കൊക്കെ അതുമൂലം റിസ്ക് സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട്. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡെൻസിറ്റി, സാന്ദ്രതയാണ്. അതായത് ഇപ്പം എന്താ പറയുക, ഒരു 25 പേര് കഴിച്ചതിൽ ഒരു 10-15 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അത് കൂടുതലാണ് അല്ലെ. 25-ൽ 15 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ 25-ൽ ഒരു 4 പേരൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കുറവാണ്. ആ ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. 2 ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. കൂടി വരാം ചിലപ്പോ അല്ലെ, അതിന്റെ കുഴപ്പമില്ല, ആർക്കും കൂടുതലായിട്ട് അത് അഫക്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതാണ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടി പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? അതിന്റെ സവിശേഷതകൾ. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. ഇത് എത്രത്തോളം നീളും അല്ലെ, എത്രത്തോളം പേർക്ക് ഇത് വ്യാപിക്കും. ചിലരുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ അവർക്കതൊന്നും ചെയ്യണമെന്നില്ല അല്ലെ. ചെറിയ ഇൻഫെക്ഷൻസ് ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യവാനാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എഫക്ട് ചെയ്തെന്ന് വരും. then ഇതിലെ പ്രത്യേകത a measure of a risk of a disease but should be for stipulated time period. അതായത് നമുക്കറിയാം ഇന്നൊരു ദിവസമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നത്, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് പിന്നെ ആ ഒരു വിലയില്ല അല്ലെ, ആ ഒരു കാര്യം കഴിഞ്ഞു. അതൊരു പ്രത്യേക സമയത്തിന്റെ കാര്യത്തിൽ ആ ഒരു ഇൻസിഡൻസ് സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സമയത്തിനാണ് ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിരിക്കുന്നത്.
and as well as the risk of having an outcome for the population at a risk not for a single person. അല്ലേ? അതിന് നമുക്കറിയാം ഒരു പേഴ്സന്റെ കാര്യമല്ല, നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. ഒരു റിസ്ക്, അതിന്റെ റിസ്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ആ പ്ലേസിൽ നിന്ന് എത്രത്തോളം പേര് കഴിച്ചിട്ടുണ്ടോ അവരെ മൊത്തം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട് അല്ലെ. ഇന്ന് രാവിലെ മുതൽ മോർണിംഗ് മുതൽ ഇന്ന് ഈവനിങ് വരെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ അല്ലെ. ചിലപ്പോൾ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ടൈം വരേക്കും ഉള്ള വ്യക്തികളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് റിസ്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സൺ അല്ലെ, ഒരു വ്യക്തിയുടെ രോഗാവസ്ഥ മാത്രമല്ല അവിടെ നോക്കുന്നത്. Then population must be free of disease at the beginning of the study. അതായത് ഈ ഒരു സ്റ്റഡി എടുക്കുമ്പോൾ ആദ്യം തുടക്കത്തിൽ എന്താണ്, ആർക്കും ഒരു രോഗം ഉണ്ടായില്ല അല്ലെ. നാച്ചുറലി ഇന്നലെ വരെ ഹോട്ടലിൽ വലിയ പ്രശ്നമില്ലാതെ തന്നെ പ്രവർത്തിച്ചു, വ്യക്തികൾക്കാണെങ്കിലും ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. പക്ഷെ ടുഡേ ഇന്ന് എന്തോ ഉച്ചയ്ക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്തു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഓക്കെ, പിന്നെയാണ് വന്നത്. ഓക്കെ, പിന്നെയാണ് അത് വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് ഈ വ്യക്തിക്ക് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയം ഇന്നത്തെ ദിവസത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് അവിടെ നിന്ന് കഴിച്ച വ്യക്തികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കൈകാര്യം ചെയ്യാൻ വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി യൂസ് ഓഫ് ഇൻസിഡൻസ് നോക്കാം. അതായത് എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസസ് ഒക്കറൻസ് ഓവർ ടൈം. എടുത്തു പോകുന്നത് മനസ്സിലായി പോകുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. കാരണം ഇത് ഇൻസിഡൻസിന്റെ മൊത്തം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈം തരാം. ഇതിലെ യൂസ് ഓഫ് ഇൻസിഡൻസിൽ പറയുന്നത് എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം. അതായത് നമുക്ക് അറിയാം ഒരു ടൈമിനുള്ളിൽ അല്ലെ ഈ ഒരു ഡിസീസസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇത് ഇന്ന വ്യക്തികൾക്കല്ല, ഒരാൾക്ക് ഒരു ഛർദി സംഭവിച്ചു, മറ്റൊരു പേഴ്സണ് സംഭവിച്ചു, അങ്ങനെയൊക്കെ രണ്ടു മൂന്ന് പേർക്ക് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു സംതിങ് അല്ലെ ഒരു പ്രോബ്ലം ആണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്നത്. then എന്താണ് യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷർ ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കമ്പാറ്റ് ഇവന്റ്സ്. അതായത് നമുക്ക് നേരത്തെ കൂട്ടിയല്ലേ ഒരു പ്രിവെന്റീവ് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചു പോയവർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. പ്രിവെൻഷനായിട്ട് അവരെയൊക്കെ അറിയിപ്പ് കൊടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സാധിക്കും. ഇതിനുള്ള മെഷർ അല്ലെ ഒരു കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുള്ള വ്യക്തികളെ കൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കമ്പയർ ദ റിസ്ക് ഓഫ് അതെ ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. തന്നെ കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസസ് ബിറ്റ്വീൻ 2 or more population. നമുക്കറിയാം ചില പേഴ്സൺസിന് ഞാൻ നേരത്തെ പറഞ്ഞു ആരോഗ്യമുള്ള പേഴ്സൺസിന് ചിലപ്പോൾ അഫക്ട് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ആരോഗ്യവാനല്ലാത്ത വ്യക്തിക്കായിരിക്കും കൂടുതൽ റിസ്ക് വന്നിരിക്കുന്നത് അല്ലെ, ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പൊ 1-2 പേരെ കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഇൻസിഡൻസ് റേറ്റ് ആണ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടർ ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടർ. അപ്പൊ എന്താണ്, എന്ത് കാരണത്താലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു റിസ്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഇമ്മ്യൂണിറ്റി പവർ ഇല്ല എങ്കിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. പ്രതിരോധ ശേഷി പറയുന്ന മെഡിസിൻസിനൊക്കെ കൂടുതൽ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ എന്തെങ്കിലും അല്ലെ എനി ഫാക്ടർ ചിലപ്പോൾ ചിലവർക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും ഇന്ന ഫുഡ് ഇന്ന ഒരു സംഭവം കഴിച്ചത് കൊണ്ടാണ്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ഉണ്ണിയപ്പം കഴിച്ചിട്ട് അല്ല അല്ലെ, ചിലപ്പോ മീൻ കഴിച്ചിട്ട് ആ ഒരു സിനിമ പിക്ചറിലൊക്കെ കാണുന്നുണ്ട് അല്ലെ. ഇൻഫെക്ഷൻസ് അവർക്ക് പ്രോബ്ലം സംഭവിച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഹെൽപ്ഫുൾ ആണ് അല്ലെ. പാത്തജൻ എന്ന് പറയുമ്പോൾ അത് ആ ഒരു രോഗം എന്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് അത് എങ്ങനെയൊക്കെ രോഗവ്യാപനമാവാൻ സാധ്യതയുണ്ട് അല്ലെ, മറ്റുള്ളവർക്കൊക്കെ ആർക്കൊക്കെ വരാം എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ടു കൺട്രോൾ ഡിസീസസ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പെട്ടെന്ന് തന്നെ അവർക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താലാണ് ഇവരെ രോഗസുഖമായെങ്കിൽ മറ്റൊരു വ്യക്തികൾക്കും ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്, നമുക്കറിയാം ഒരുപാട് പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ, ഒരുപാട് ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ പല വിവിധ ഹോസ്പിറ്റലൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകേണ്ടതുണ്ടാവും. അവിടെയെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടാവും. വലിയ ഫംഗ്ഷനുകൾ, ചെറിയ ഹോട്ടലിന്റെ കാര്യം മാത്രമല്ല, വലിയൊരു ഫംഗ്ഷനൊക്കെ നടത്തിയിട്ടാണ് ഒരുപാട് രോഗികൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗവൺമെന്റ് തലത്തിൽ വരെ ഒരു ചിന്ത കേന്ദ്രീകരിച്ച് അതിനുള്ള
കാര്യങ്ങളെല്ലാം സജ്ജമാക്കേണ്ടതുണ്ടാവും അല്ലെ. കുറച്ച് പേഷ്യൻസിനെ അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോവുക, അതിന് റെഡിയാക്കാതെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് അല്ലേ, അവർക്ക് പെട്ടെന്ന് പ്രതിരോധ ശേഷിക്ക് അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിനൊക്കെ സജ്ജമാക്കാനായിട്ട് നേരത്തെ കൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് പോളിസി മേക്കിംഗ്, അതേമാതിരി നമുക്കറിയാലോ ഹോട്ടലിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് പുതിയ നിയമങ്ങളും നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പഴകിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ പോളിസിയൊക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുമല്ലോ. ഇതിന്റെ ഈ ഇൻഷുറൻസ് റേറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒരു ഇൻഷുറൻസ് റേറ്റ് എന്താന്നുള്ളതും അത് വിവരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമ്മൾ വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഇവിടെ ഒരു പോയിന്റ് ഒന്ന് തിരിച്ചറിയാം കേട്ടോ. പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസ് ഡിറ്റക്റ്റഡ് എന്നാണ്, ഡിഫക്റ്റഡ് എന്നല്ല, ഡിറ്റക്റ്റഡ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടി പറയാമോ? കറക്ഷൻ. ഓക്കെ, കറക്ഷൻ ഒന്നുകൂടി പറയാം. അതില് 3 key elements ഉണ്ടല്ലോ, 3 key elements. ഇതിലെ ടൈം എലമെന്റ്, പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫക്റ്റഡ് എന്നല്ല, ഡിറ്റക്റ്റഡ്, കണ്ടെത്തുക അല്ലെ, പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുക. പിന്നെ ഇൻസിഡൻസ് എന്താന്നുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇൻസിഡൻസ് ഇസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസ് ഓഫ് ഡിസീസസ്. ഈ ടൈമുകളിൽ പെട്ടെന്ന് വന്ന ഒരു രോഗമാണ് ഇൻസിഡൻസ് എന്ന അതില് വരുന്നത്. ഇൻസിഡൻസ് റേറ്റ് എപ്പോഴും കാണുന്നത് ലേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് കേസുകളാണ്, രോഗനിർണയ കേസുകളാണ്. കാരക്ടറിസ്റ്റിക്സ് ഒന്നുകൂടി പറയാം. അതായത് ഇതിന്റെ സവിശേഷതകൾ അല്ലെ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. എത്രത്തോളം അല്ലെ, ഇത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല. ഒരാൾക്ക് ഒരു വൈകാരിക സംഭവിച്ചു, അത് എത്രത്തോളം നാള് നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല. ചിലപ്പോ റിക്കവർ ചെയ്ത് പോകാനായിട്ട് ചിലപ്പോ ഒരു ദിവസം അല്ലെ, ചിലപ്പോ ഒരു മെഡിസിനോട് കൂടിയിട്ട് തന്നെ ചിലപ്പോ റിക്കവർ ചെയ്ത് പോകാം. സമയം, അതെ, സമയം എത്രത്തോളം നിൽക്കണമെന്നില്ല. ചിലർക്ക് എന്താണ് 1-2 ദിവസങ്ങൾ, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കാം അവരുടെ രോഗം മാറണമെങ്കിൽ. ഇനി മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസസ് ബട്ട് ഷുഡ് ബി ഫോർ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരിയഡ്. നമ്മൾ എപ്പോഴും ഇത് എടുക്കുന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് അല്ലെ. നമ്മൾ ആ ഒരു ടൈമിൽ കഴിച്ച വ്യക്തികളുടെ ആ ഒരു മാറ്റർ മാത്രം, ആ ഡിസീസസിന് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനിയും ബാക്കി പിന്നത്തെ മറ്റു ഹോട്ടലിലെ കാര്യങ്ങളൊന്നും അതിലേക്ക് ചെക്ക് ചെയ്യുന്നില്ല. ആ ഒരു ഹോട്ടലിലെ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫെക്ഷൻ വന്നിട്ടു, അപ്പൊ ആ ഒരു സമയത്തിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരിയഡ്. ഒരു റിസ്ക് വന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ആ ഒരു ടൈമിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റു മേഖലകളിലോ അല്ലെങ്കിൽ മറ്റു സമയത്തിനെയൊന്നും കോൺസെൻട്രേറ്റ് അവിടെ ചെയ്യുന്നില്ല. Then express the risk of having an outcome for the population at a risk, not for a single person. അതായത് ആ റിസ്ക് വരാൻ സാധ്യതയുള്ള പേഴ്സൺസിനെ, ആ പോപ്പുലേഷന്റെ അത് ആണ് ഔട്ട്കം അല്ലെ, അവരെ മൊത്തത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തിക്ക് വൈകാരിക വന്നെങ്കിൽ ആ വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. പിന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ റിസ്ക് വരാനുള്ള പേഴ്സൺസിനെ മൊത്തം കണക്കിലെടുത്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. Then population must be free of disease at the beginning of the study. അതായത് ഈ സ്റ്റഡി വരുന്ന ആ ടൈമില് നാച്ചുറലി എന്താണ്, ആ പോപ്പുലേഷൻ എപ്പോഴും ഡിസീസ് ഇല്ലാത്തൊരു സമയത്താണ് സ്റ്റഡി തുടങ്ങുന്നത്. പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് വന്നു, ആ ഇൻസിഡന്റ് വന്നതിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ഒരിക്കലും നേരത്തെ കൂട്ടിയുള്ള അസുഖത്തെയോ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി കാലഘട്ടത്തിലുള്ള ഹിസ്റ്ററി ഒന്നും തികഞ്ഞല്ല
ഇതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇൻസിഡന്റ് വന്നതിന് തുടങ്ങി മാത്രമാണ് സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നതാണ് ഇതിന്റെ സവിശേഷത. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും? അപ്പൊ ഇൻസിഡൻസ് റേറ്റ് പ്രിവാലൻസ് നമ്മൾ പറഞ്ഞു, കൊറോണ അല്ലെ, അതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. രോഗവ്യാപനം വരാൻ സാധ്യത അതിങ്ങനെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര പേർക്ക് സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പൊ അവിടെ കൂടുതലുണ്ടോ, കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഇൻസിഡൻസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സംഭവമാണ്. അതൊരു പ്രത്യേക സംഭവം കൊണ്ട് വന്ന ഒരു അസുഖമാണ് അല്ലെ. ആ ഒരു അസുഖം അപ്പൊ അത് വരാനുള്ള സാധ്യതയുള്ളത് ആ ഒരു കാര്യം. ചിലപ്പോ ഇൻ കേസ് ഹോട്ടലിലെ കാര്യം മാത്രമാവണമെന്നില്ല, മറ്റേതെങ്കിലും കാര്യങ്ങൾ അല്ലെ, ഒരു എന്താ പറയുക, ഒരു എന്തെങ്കിലും വഴിപാടോ അല്ലെങ്കിൽ പള്ളികളിലെ നേർച്ചകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംതിങ് അങ്ങനെ കഴിച്ചാലും എന്തെങ്കിലും ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാലും മൊത്തത്തിൽ അല്ലെ അവിടെ റിസ്ക് കൂടുതലുള്ളത് ഭാഗങ്ങളാണ്. ഒരു സ്പെസിഫിക് ഒരു ഇത് മാത്രമേ. അതേമാതിരി തന്നെ നമുക്ക് ഒരു കാലാവസ്ഥ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിന്ന് തള്ളിയ ചിക്കൻ കുനിയ അതൊക്കെ അതേമാതിരി തന്നെ അല്ലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമില്ല. അതുവരെയും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചിക്കൻ കുനിയ വന്നവരത്തേക്ക് അറിയാൻ പറ്റും ഒരു കുഴപ്പമില്ലാത്ത പേഴ്സൺസ് ആയിരുന്നു. പക്ഷെ ഇത് വന്നപ്പോ എല്ലാവർക്കും അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ആ ടൈമിലൊക്കെ എന്താണ് ഹോസ്പിറ്റലിലൊക്കെ റെഡിയാക്കി വെക്കേണ്ട ഒരു അവസ്ഥകളുണ്ട്. കാരണം എല്ലാവർക്കും തന്നെ വളർന്നു പിടിക്കാൻ തുടങ്ങി. അത് എല്ലാവർക്കും തന്നെ ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റിനൊക്കെ പോകേണ്ട അവസ്ഥ വന്നു. അപ്പൊ അങ്ങനെ അതൊരു രോഗവ്യാപന തോതും കൂടി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഒരു പ്രിവാലൻസ് എന്നുള്ള കൺസിഡറേഷനിൽ നമുക്കറിയാം കുറച്ച് നാളത്തേക്ക് വ്യാപിക്കാൻ വേണ്ടി സ്പെസിഫിക് ടൈം മാത്രം നമുക്ക് നോക്കി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നുമില്ലേ, ഇപ്പൊ ഒരു ബസ് മറിഞ്ഞ് ഒരു ആക്സിഡന്റ് സംഭവിച്ച് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന പേഴ്സൺസ് ഇത്രയും പേരുണ്ടെങ്കിൽ അതിന് റെഡിയാക്കി നിർത്തുന്നു. ഒരു പക്ഷേ ആംബുലൻസ് ഒക്കെ റെഡിയാക്കി നിർത്തി ആ ഹോസ്പിറ്റലൊക്കെ ട്രീറ്റ്മെന്റിനൊക്കെ സജ്ജമാക്കി നിർത്തേണ്ടതുണ്ടാവും. 1-2 പേര് അഡ്മിറ്റ് ചെയ്തപ്പോ അതിന് മുൻകരുതലായിട്ട് ഇനിയും ചാൻസ് ഉണ്ട് അല്ലെ, ഇത്രയും പേഴ്സൺസ് അതിലുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിവെന്റീവായിട്ട് മുൻകരുതലായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെയാണ് ഇൻസിഡൻസ് എന്നുള്ള ഒരു മീനിങ് വരുന്നത്. സ്പെസിഫിക് ടൈമിൽ അതുവരെയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോഴും അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും അല്ലെ ഒരു ഫാക്ടറിയിൽ നിന്ന് എന്തെങ്കിലും സുഖം ഗന്ധം ശ്വസിച്ചപ്പോൾ ഒരുപാട് പേർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് സംഭവിച്ചു. അപ്പൊ ഇനി ആ ഒരു ഏരിയയിലുള്ള വ്യക്തികൾക്ക് മുഴുവനും എന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ആ ഏരിയയിൽ എത്രത്തോളം പേര് ജനങ്ങൾ തിങ്ങി പറക്കുന്നുണ്ട്, അവർക്കെല്ലാം ഈ അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനൊക്കെ ഗവൺമെന്റ് ഭാഗത്തു നിന്നൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. പെട്ടെന്ന് ഒരു എന്താ പറയുക പ്രശ്നമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ ലീക്കേജ് സംഭവിച്ചത് കൊണ്ട് ആ വായു ശ്വസിച്ചത് കൊണ്ടൊക്കെയാണ് ഒരുപാട് പേർക്ക് സംഭവിച്ചെങ്കിൽ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇൻസിഡൻസ് റേറ്റ് പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്തത്. ക്ലിയർ ആയോ? ണോ? കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ. നമ്മൾ പതിയെ പതിയെ നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് തീരില്ല. ഓക്കെ അല്ലേ? ഇൻസിഡൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ 2-3 എക്സാമ്പിൾ ഒക്കെ വന്നതിന് വെച്ച്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം തീരുമാനങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടായിരുന്നു. ഈ റേറ്റുകളൊക്കെ തീരുമാനിച്ചെടുത്ത് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അപ്പൊ ഇനി ഇപ്പൊ റെഡിയാവും, എത്രയും പേരൊക്കെ അഡ്മിഷൻ വരും, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയൊക്കെ നിർത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തീരുമാനങ്ങളൊക്കെ കടപെടാന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ വരുമ്പോ തന്നെ അവർക്ക് എന്താണ് പലതരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടേണ്ടി വരും. അപ്പൊ എന്ത് തരത്തിലുള്ള വെല്ലുവിളികളൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആണ് അല്ലെ. ടെക്നോളജി ഡെവലപ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗുണങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എല്ലാവർക്കും തന്നെ ഇത് അവെയർ അല്ലേ, എല്ലാവർക്കും ഇതിന് മികവറ്റ കഴിവുണ്ടാവണമെന്നില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. The technological progress in the field of medical science have overturned our social, economic and political policies and have provided the clinicians with the newly discovered aids for diagnosis and treating illness. അപ്പോൾ നമുക്കറിയാം പുതിയ ടെക്നോളജി വികസിപ്പിക്കുന്നതനുസരിച്ചിട്ട് കുറെ ഈസി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സുഖകരമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. പക്ഷെ അതോടൊപ്പം തന്നെ ഇവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം അല്ലെ അവിടം മറിഞ്ഞ് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഇതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നേരത്തെ കൂട്ടി തയ്യാറാക്കിയ കുറെ പ്ലാൻസും റൂൾസും റെഗുലേഷൻസും എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്കറിയാം പണ്ടൊക്കെ എന്താണ് ഒരു പ്ലാനും ഇതൊക്കെ ഒരു പ്രാവശ്യം തയ്യാറാക്കി വെച്ചിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഇപ്പൊ ടെക്നോളജി ഇങ്ങനെ പുതിയത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴെപ്പോഴും എന്താണ് പ്ലാനിങ്ങുകളൊക്കെ മാറ്റി കൊണ്ടുവരേണ്ടതൊക്കെ ആയിട്ട് വരുമെന്നുള്ളതാണ്. അതെല്ലാ കാര്യത്തിലും അതെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. then എന്താണ് ഡിമാൻഡ് ഫ്രം ദ ക്ലിനീഷ്യൻസ് ആൻഡ് ദ community to provide a newly discovered technological capabilities in the hospital and health service system. നമുക്കറിയാം ഓരോ ചികിത്സാ സംബന്ധമായിട്ട് വരുമ്പോഴും പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ടെക്നോളജികളിൽ വരുന്നത്. എല്ലാ കാര്യങ്ങളും അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നേരത്തെ കൂട്ടി പോളിസി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ വേറൊരു ഹോസ്പിറ്റൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എല്ലാം കൂടി നല്ല എന്താ പറയുക നല്ല മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റോട് കൂടിയിട്ടാണ് തുടങ്ങണമെങ്കിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. Then it has been noted that at least half of the last decade's rise in medical cost is imputable to high technology in medicine, especially diagnostic and surgical procedures. അതായത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അല്ലെ ഈ പറഞ്ഞോണം ഒരുപാട് ദശാബ്ദ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉള്ളത് അപേക്ഷിച്ച് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ടെക്നോളജിക്ക് വേണ്ടി തന്നെ ഒരുപാട് മുടക്കുന്നതൊക്കെ അല്ലെ കൂടുതൽ ഫണ്ട് നിക്ഷേപിച്ചിട്ട് വേണം പുതിയതായിട്ടുള്ള ഈ ടെക്നോളജികളൊക്കെ ഇവിടെ സ്ഥാപിക്കാൻ. ഓരോ ഹോസ്പിറ്റലും സ്ഥാപിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തെങ്കിലും ഓപ്പറേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും പൊതുവെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികളൊക്കെ അവലംബിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ഫണ്ട് ആവശ്യമാണ്. Then in spite of high cost, the commercial firms and the cooperative bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. അതായത് പുതിയ ഈ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോപ്പറേറ്റീവ് ആയിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഒക്കെ മുന്നോട്ട് അല്ലെ. പണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റല് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ടൈമിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. This proves the growing level of healthcare awareness among the people and the utilization of such services by the people from the private sector too. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറും കൂടി കലർന്ന് അല്ലെ അതിന്റെ ആ ഒരു മുതൽക്കൂട്ടും കൂടി ഉൾപ്പെടുത്തിയൊക്കെ തന്നെയാണ് ഹോസ്പിറ്റലൊക്കെ ഇപ്പോ റൺ ചെയ്തു പോകുന്നത്. Then it shows that there is increasingly more and more supremacy by a consumer rather than providers or procedures in medical practice. അതായത് നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും അല്ലേ സാധാരണ രീതിയിൽ നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉപഭോക്താക്കള് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി അല്ലെ. അതിനപ്പുറം ഇപ്പൊ എന്താണ് പ്രാക്ടീഷണേഴ്സിനും കൂടി മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ കൂടി നടപടിക്രമങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ട ഒരവസ്ഥ കൂടിയുണ്ട്. അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും അവർക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തന്നെയാണ്. Then hospital including to provide more and more reputed services in one discipline or other rather than a holistic institution of healthcare with a multidisciplinary medical team like eye, ENT, general surgery, etc., resulting in to be profit-oriented business establishment. അതായത് ഒരു പ്രത്യേക ഒരു വൺ ഡിസിപ്ലിൻ അല്ലെ നമ്മളിപ്പോ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് ഒരു മേഖല മാത്രം ഹാൻഡിൽ ചെയ്ത് പോകാനൊക്കെ ഒരു മാറി അല്ലെ. അത് മൊത്തത്തിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ഒരു ENT വിഭാഗം ഒക്കെ
അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ സർജറി വിഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുന്ന ഇപ്പോൾ ഉള്ള ഇതുകൾ നമുക്കറിയാം. പെട്ടെന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ അവരുടെ സൗകര്യത്തിന് കുറച്ചും കൂടി കൂടുതലാണ് അല്ലെ. എല്ലാവരും പേഷ്യൻസ് ശരിക്കും കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലോൺ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഈ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, ഇന്റേണൽ ചലഞ്ചസ്, എക്സ്റ്റേണൽ ചലഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ഈ ഒരു വെല്ലുവിളികളെ തരംതിരിച്ചിട്ടുണ്ട്. അതുവരെയും ഒന്ന് നോക്കാം, ആ പാരഗ്രാഫ് വരെയും ജസ്റ്റ് വായിച്ച് നോക്കാം. നിങ്ങള് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് അല്ലെ, വിച്ച് എന്താണ് കൂടുതലായിട്ട് എന്താണ് ബുദ്ധിമുട്ട് അല്ലെ, ഒരു ചലഞ്ചസ് വെല്ലുവിളി എന്ന് പറയുമ്പോൾ in the field of medical science, how overturned our social, economic and political policy, and how provide the clinicians with the newly discovered aids for diagnosis and treatment illness എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പോളിസി ഏത് തരത്തിലുള്ള നയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരാൻ സാധ്യത വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടെക്നോളജിയുടെ പ്രോഗ്രസ് കൊണ്ടാണ് അല്ലെ. കൂടുതൽ നമ്മുടെ യാന്ത്രികമായിട്ടുള്ള അല്ലെങ്കിൽ മിഷനറികളുടെയൊക്കെ ഉത്ഭവങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുമ്പോഴാണ് അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് പലതരത്തിലുള്ള അല്ലെ വിദ്യകളെല്ലാം മിഷനറിയൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇക്കണോമിക് അല്ലെ, ആ ഒരു കോസ്റ്റ് അത് കൈകാര്യം ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് കൃത്യമായിട്ടുണ്ടാവും എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. മിക്കവാറും നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇപ്പോ എല്ലാ കാര്യത്തിനും ചാർജ് അവർ കൂടുതൽ ഈടാക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനത്തെക്കാൾ ഉപരി അവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവിടെ എല്ലാത്തിനും ഒരു പേയ്മെന്റ് ആകുന്നില്ലേ, ഒരു മുതൽ മുടക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ്ലി അത് കൂടുതലായിട്ട് വരുന്നത്. പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു മോഡലാണ് കണ്ടു വരുന്നത്. അതായത് പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ പെടുന്നത് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്. അതായത് പേഷ്യന്റിന് കൊടുക്കേണ്ട സേവനങ്ങളിൽ വരുന്ന വെല്ലുവിളികൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നല്ല ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവരെ സംതൃപ്തമാക്കി വിടേണ്ട ഒരു ഡ്യൂട്ടിയുണ്ട്. അപ്പം പുതിയ ടെക്നോളജി അല്ലെ, മറ്റു ഹോസ്പിറ്റലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല ടെക്നോളജികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പം കാര്യങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ എന്താണ് പേഷ്യൻസ് ഒക്കെ അവര് മറ്റു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകും. അപ്പൊ അതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സർവീസ് എക്സ്പാൻഷൻ അല്ലെ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റ് വഴി നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു വരും. ഓവർ ക്രൗഡിങ് അല്ലെ, ഒരുപാട് ജനപ്പെരുപ്പും ഭയങ്കര തിക്കും തിരക്കുമാണ് എങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പേഷ്യൻസ് സർവീസ് ചലഞ്ച് അതൊക്കെ തന്നെ ഒരു പേഷ്യന്റിന്റേതായ സേവനങ്ങൾ വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. പിന്നെ ഇന്റേണൽ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇതേമാതിരി തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ അകത്ത് അല്ലെ നോക്കുമ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, leadership motivation, modern information technology, competitive market, power price, and manpower management, technology management, fixed organization structure. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നോക്കുമ്പോൾ അവിടെ കുറെ വെല്ലുവിളികളുണ്ട്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഡീൽ ചെയ്യാനായിട്ട് കുറെ വെല്ലുവിളികൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം നമ്മള് കുറെ നിയമങ്ങളും അജണ്ടകളൊക്കെ കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാനേജ്മെന്റ് അത് സ്വീകാര്യമല്ല എങ്കിലും വലിയ കാര്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു മാനേജ്മെന്റ് ആണെങ്കിലാണ് അത് അവരോട് കൂടി ചേർന്ന് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അതോടൊപ്പം തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ബേർഡൻ ആവാൻ പാടില്ല അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഭാരമാവാൻ പാടില്ല. അതുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു പ്രധാന ഡ്യൂട്ടിയുണ്ട്. ഞാൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ എല്ലാവർക്കും തന്നെ ഒരു ലീഡർഷിപ്പ് കൊടുക്കണമെന്ന് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കും അല്ലെ. ആ ഒരു ലീഡർഷിപ്പ് പവർ ഓരോരുത്തർക്കും വിട്ടുകൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നും വിചാരിക്കാം. പക്ഷെ ചിലപ്പോഴെങ്കിലും എന്താണ് അവിടെ ഒരു അല്ലെ ഒരു അങ്ങോട്ടും ഒരു പ്രോബ്ലംസ് ഒരു ലീഡർ പൊസിഷനുമായിട്ട് തമ്മിൽ തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി എന്തെങ്കിലും പുതിയത് ഇംപ്ലിമെന്റ് എന്തെങ്കിലും ടെക്നോളജി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപക്ഷെ അതും എന്താണ് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല. കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറെ നിയമങ്ങളും സംഭവങ്ങളൊക്കെ രൂപകൽപ്പനയൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴായിരിക്കും പുതിയത് പെട്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഫണ്ടൊക്കെ ഇറക്കി ഒരുപാട് മെഷീനും നല്ല നല്ല ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ടീമാവും അല്ലെ. ഇപ്പൊ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനെ മത്സരത്തോടു കൂടിയുള്ള മാർക്കറ്റിനെ നേരിടേണ്ടതുണ്ട്. പവർ ബേസ്ഡ് അധികാര മോഹങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡീലിങ്സുകളാണ്. അതെല്ലാം എന്താണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. മാൻ പവർ മാനേജ്മെന്റ് അതായത് ഓരോ മനുഷ്യന്റെയും അല്ലെ ആ വിഭവശേഷി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ടെക്നോളജി മാനേജ്മെന്റ് അതേപോലെ തന്നെ ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ പുതിയത് കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും പുതിയതായിട്ട് വേറെ വണ്ണം വരുന്നത് അല്ലെ. ഒരുപക്ഷെ കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ അഡോപ്റ്റ് ചെയ്ത് കളിച്ചിട്ട് നന്നായിട്ട് റൺ ചെയ്ത് പോകുമ്പോഴായിരിക്കും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറൊരു സോഫ്റ്റ്വെയർ. അപ്പൊ അതും കൂടി ചിലപ്പോൾ ഹാൻഡിൽ ചെയ്ത് അതിനെ ഒന്ന് എല്ലാവർക്കും ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു വെല്ലുവിളി തന്നെയാണ്. ഞാൻ ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു ഘടനയ്ക്ക് ഒരു അല്ലെ നമ്മൾക്ക് അറിയാം ഇന്ന പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനും ആ ഒരു ഘടനയ്ക്ക് രൂപമാറ്റം സംഭവിക്കാനുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ ഇന്റേണൽ ആയിട്ടുള്ള ചലഞ്ചുകളെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതനുസരിച്ചിട്ടൊക്കെ തീരുമാനങ്ങൾ ഇവർക്ക് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. എക്സ്റ്റേണൽ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി അപ്ഡേഷൻ അല്ലെ. എപ്പോഴും ഒരുപാട് നിയമങ്ങളെല്ലാം ലീഗലായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷനുകളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെ ഒരു ഇപ്പൊ നമുക്കറിയാം വിവരാവകാശം അല്ലെ ഉപഭോക്താവകാശങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടതുണ്ട്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ഞങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ് അല്ലെ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അത് ആ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതും ഇവരുടെ ആവശ്യം തന്നെയാണ്. പബ്ലിക് റിലേഷൻസ് പൊതുജനങ്ങളോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് പ്രചോദനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നേരിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് പോകണം. അപ്പൊ അതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം ഒരു പാരഗ്രാഫും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അല്ലെ ഒരു ഷെഡ്യൂൾ കോളം തിരിച്ച് തന്നെ ആ ചലഞ്ചസുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. ചോദ്യം ചിലപ്പോ എങ്ങനെയാണ് എക്സ്റ്റേണൽ ചലഞ്ചസ് എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോ ഇന്റേണൽ ചലഞ്ചും കൂടി കൂട്ടിക്കലർത്തിയൊക്കെ പ്രശ്നം വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എടുക്കണം അല്ലെ. എക്സ്റ്റേണൽ ചലഞ്ചസ് എന്നൊക്കെ പറയുന്നത് ലീഗലായിട്ട് എത്തിക്കലായിട്ട് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള റൈറ്റ് ടു ഇൻഫോർമേഷൻ ഇതൊക്കെയാണ് പുറത്തുനിന്നുള്ള ഉള്ളിലുള്ള വെല്ലുവിളി സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എന്താണ് അവരെ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്, മനസ്സിലാക്കി പോകാനുള്ളൂ.
ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റാത്തതുണ്ടോ? എന്തെങ്കിലൊക്കെ റിപ്ലൈ പറയും. എവിടെയെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏത് വാക്കൊന്നൊന്ന് പറയാ. ഈ ഒരു ടേബിളുകളൊക്കെ ഓക്കെയാണോ? ഏതാണോ അതാണ് ഞാൻ ചോദിച്ചത്. ടേബിളുകളാണോ ഇത്? ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത് പേഷ്യന്റ് സർവീസ് ചലഞ്ചില് ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി. ഓക്കെ, പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ പറയുന്നത് ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ? അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും എന്താണ് ഹോസ്പിറ്റലിനകത്തുള്ള വെല്ലുവിളികളൊക്കെ നേരിടാൻ മാത്രം സജ്ജമാക്കിയല്ലേ? അങ്ങനെയൊക്കെ പോയാൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് കടന്നു വരണമെന്നില്ല. അവരെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ? അവരുടെ ശുശ്രൂഷയിലൊന്നും മോശം വരുത്താൻ പാടില്ല. അവർക്ക് നല്ല ഗുണമേന്മയോടുകൂടിയുള്ള ശുശ്രൂഷ കൊടുക്കേണ്ടതുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവരെ സംതൃപ്തിയോട് കൂടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം അല്ലെ? നമ്മള് അവിടെയുള്ള ജീവനക്കാർക്ക് തൃപ്തികരമായിട്ടുള്ള അവസരം കൊടുത്താൽ മാത്രം പോരാ, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സേവനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. ന്യൂ ടെക്നോളജി നമ്മൾ നേരത്തെ പറഞ്ഞു, പുതിയ പുതിയ ടെക്നോളജികൾ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തി ഓരോ ഹോസ്പിറ്റലും അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? ഓരോ സമയത്തിനും ഓരോ പേഷ്യന്റിന്റെ സമയത്തിനൊക്കെ വില കൽപ്പിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ടെക്നോളജിയിലേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ ഹോസ്പിറ്റലിൽ എന്താവണം ഉൾപ്പെടുത്തി തന്നെ എല്ലാ കാര്യവും. നമുക്കറിയാം ഇപ്പൊ പണ്ടത്തെ മാതിരി ക്യൂ നിന്നുകൊണ്ടൊന്നല്ല, പെട്ടെന്ന് തന്നെ ഒരു സെപ്പറേറ്റ് വിങ്ങിലൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് ടോക്കണും കാര്യങ്ങളും പോലെ ഡിജിറ്റലൈസേഷൻ ഒക്കെ ഉണ്ട്. ഡിജിറ്റലായിട്ട് വരുന്നതനുസരിച്ചിട്ടാണ് ഓരോ പ്രോസസ് ഒക്കെ പോകുന്നത്. അതല്ലെങ്കിൽ ബുക്ക് ചെയ്യാനായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. കൃത്യമായിട്ടുള്ള സമയമൊക്കെ അവർ കൃത്യമായിട്ട് നിർദ്ദേശിക്കുക. ആ സമയത്തിനൊക്കെ പേഴ്സൺസ് പേഷ്യന്റിന് ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് എത്തേണ്ടതുണ്ട്. അപ്പൊ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ടെക്നോളജി ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അവരുടെ അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. സർവീസ് എക്സ്പാൻഷൻ, സേവനങ്ങളൊക്കെ കൂടുതൽ വിപുലീകരിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ? ഇപ്പൊ മറ്റു ഹോസ്പിറ്റലിനൊപ്പം അനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേവനങ്ങൾ ഇവർക്കും കൂടി പ്രദാനം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ടും വേണം, ജീവനക്കാരും എല്ലാം വേണം അല്ലെ? അതൊക്കെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇതിന് ഓവർ ക്രൗഡിങ് കഴിയുമ്പോൾ അമിതമായ തിരക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എപ്പോഴും തിരക്കായിരിക്കും. എത്രയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും, പ്രത്യേകിച്ച് നല്ല ഡോക്ടറിന്റെ സേവനമൊക്കെ ആണെങ്കിൽ എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അത് അവിടെ ജനങ്ങള് അല്ലെ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമുക്കറിയാം ഒരുപാട് പൈസയൊന്നും മുടക്കില്ലാതെ തന്നെ കാണാനായിട്ട് നല്ല പേര് കേട്ട ഡോക്ടറൊക്കെ ആണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇങ്ങനെ ഇന്ത്യയുടെ ചലഞ്ചസ് ഇതേമാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ല മാനേജ്മെന്റ് സൗകര്യങ്ങൾ ഉണ്ടാവണം അല്ലെ? പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നിർദ്ദേശിച്ച് പോകുന്നതനുസരിച്ചിട്ട് അവരെ കേൾക്കാനും അത് പ്രാവർത്തികമാക്കാനൊക്കെ തയ്യാറാക്കും. പോസ്റ്റിന്റെ മോട്ടിവേഷൻ, എല്ലാവർക്കും നല്ലൊരു പ്രേരണ കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമ്മള് ചിലരെല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, ആരാരും ഒന്നിനും മുൻകരുതൽ എടുക്കില്ല അല്ലെ? മുൻകൈ എടുക്കില്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ മൂവ് ചെയ്തു. പക്ഷെ മുൻകൈ എടുക്കാനായിട്ട് എല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് ഓരോരുത്തരും അത് നല്ല ആക്റ്റീവായിട്ടൊക്കെ എടുത്താൽ കുഴപ്പമില്ല. പക്ഷെ ആരും മുൻകൈ എടുക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു എന്താണ് സെൻസിറ്റീവ് പവറുള്ളവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജികളൊക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമുക്കറിയാം, വ്യത്യസ്ത തരത്തിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അവരോടൊപ്പം അനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പവർ പ്ലേസ്, അധികാരങ്ങൾ, ചിലതൊക്കെ അധികാരങ്ങളാണ് പ്രശ്നം. മറ്റുള്ളവർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെ ഗവൺമെന്റ് ഫീൽഡിലൊക്കെ താഴെക്കിടയിലുള്ള വ്യക്തികൾക്ക് കഴിവുണ്ടെങ്കിൽ കൂടി അവര് അതിനുള്ള അപ്രാപ്തികളെ അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ മാനേജ്മെന്റ് ഫെസിലിറ്റീസ് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കാതിരിക്കുക. മാൻ പവർ മാനേജ്മെന്റ് അതാണ് നല്ല രീതിയിൽ മനുഷ്യന്റെ വിഭവശേഷി എത്രത്തോളം എന്ന് മാനേജ് ചെയ്തെടുക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടേറിയ വെല്ലുവിളിയാണ്. ടെക്നോളജി മാനേജ്മെന്റ്, നമ്മളിപ്പോ ആ ഒരു ടെക്നോളജി അപ്ലൈ ചെയ്യുന്നത് അത് വേണോ ഇത് വേണോ അപ്ലൈ ചെയ്യാനൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമ്മള് ഒരു എന്താ പറയുക ഒരു ഫിക്സ് ആയിട്ട് ഒരു ചട്ടക്കൂട് പണ്ട് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നേരത്തെ കൂട്ടി ഒരാശയം അല്ലെങ്കിൽ ഒരു അജണ്ടയൊക്കെ കണക്കാക്കി കൈകാര്യം ചെയ്യുന്ന പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപേക്ഷ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. സെപ്പറേറ്റ് ഗ്രൂപ്പുകളാക്കി കൈകാര്യം ചെയ്തൊക്കെ കൊണ്ടുപോകേണ്ടതൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഏതൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു ഓരോന്നൊക്കെ സെപ്പറേറ്റ് കൈകാര്യം ചെയ്തൊക്കെ കൊണ്ടുപോകേണ്ടതൊക്കെയുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ഒരു ഇന്റേണൽ ചലഞ്ചസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എക്സ്റ്റേണൽ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. എല്ലാം അപ്ഡേഷനാണ്. ഇപ്പൊ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വേറൊരു നിയമമായിരിക്കും. അത് നമുക്കറിയാം, രീതിയിലൊക്കെ ആയിട്ട് വരുമ്പോൾ ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട്. അപ്പൊ അതെല്ലാം നോക്കി പോവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്താക്കൾക്ക് സംരക്ഷണം കൊണ്ടുവരുന്ന നിയമവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ, ആർക്കും എന്തും അറിയാനുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെ, വിവരാവകാശമൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീൽ ചെയ്യേണ്ടതായിട്ട് അല്ലെ. അവർക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവർക്ക് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്കൊക്കെ മറുപടികൾ കൃത്യമായിട്ട് ഓരോന്നും പറയുന്നതനുസരിച്ചിട്ട് കൊടുക്കേണ്ടതൊക്കെ. അപ്പൊ അതെല്ലാം പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. ഇനി നമുക്കുള്ളത് കണ്ടിന്യൂ ചെയ്തോട്ടെ, ഒരു ചെറിയ പോയിന്റ് കൂടിയേ ഉള്ളൂ. ഓവർവ്യൂ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. എന്താണ് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്, അതായത് ഇത്തരത്തിലുള്ള ചലഞ്ചുകളെ നമ്മളത് മീറ്റ് ചെയ്യേണ്ടത് എന്താല്ലേ, ഓൾറെഡി ഉണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പൊ അതുകളെ അപ്പൊ നമ്മൾ എങ്ങനെയാണത് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ആ വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്നത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അതായത് പുതിയ ടെക്നോളജി ഉള്ളത് കൊണ്ട് ഇപ്പൊ സമയപ്രശ്നമൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ടെക്നോളജികൾ അത് അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു ഫ്ലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പവർ ഷെയറിങ്, അതായത് എല്ലാവർക്കും അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും ആ വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യാനായിട്ടുള്ള അല്ലെ, കീഴിലുള്ള വർക്കേഴ്സും അവർക്ക് ഒന്നിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തലത്തിലൊക്കെ ആണെങ്കിൽ അത് അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കാം. ഡ്യൂട്ടീസ് ജോലികളൊക്കെ അവർക്ക് ഓരോരുത്തർക്കും വിട്ടുകൊടുക്കുമ്പോൾ അവര് അതിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്തോളും. അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, അതായത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ കാര്യങ്ങൾ ആളുകളെ നമ്മൾ റിസോഴ്സില് പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ തന്നെ എടുത്തത്. അപ്പൊ അവർക്കൊക്കെ ഡിമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ചെയ്തില്ലെങ്കിൽ ഡിമോഷൻ കൊടുക്കുക, ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുക, എന്തെങ്കിലും അവാർഡുകളൊക്കെ കൊടുക്കുക. ഇൻക്രീസ് എഫിഷ്യൻസി അല്ലെ, കാര്യക്ഷമതയോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻക്രിമെന്റോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇംപ്രൂവ് പേഷ്യൻസ് സേഫ്റ്റി ആൻഡ് കെയർ, എപ്പോഴും പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും അല്ലെ അവരുടെ ആ ഒരു സേവനങ്ങൾ എപ്പോഴും പേഷ്യന്റിന്റെ സുരക്ഷിതമായിട്ടുള്ള ശ്രദ്ധയോട് കൂടിയിട്ട് കെയറോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, എപ്പോഴും എന്താണ് അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ വളർത്തിക്കൊണ്ട് എന്തെങ്കിലും വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കത്തക്ക വിധത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. എന്താണ് ലീഡർഷിപ്പ് മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, അതായത് ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. തന്നെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, എല്ലാവർക്കും എന്താണ് എല്ലാ കാര്യം തന്നെ കരിയർ ഡെവലപ്മെന്റ്, എന്തെങ്കിലും കാര്യങ്ങളല്ലേ ഓരോ അവിടെയുള്ള ജീവനക്കാർക്കൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരാം, അത് ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക.
എന്താണ് റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്. അതായത് സ്റ്റാഫുകൾക്ക് ഒരു പക്ഷെ അവിടെ ആദ്യം തന്നെയൊക്കെ വരുമ്പോഴേക്ക് പരിചിതമാകില്ല അല്ലെ, അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ട്രെയിനിങ്ങുകൾ കൊടുക്കുക. പിന്നെ റീസ്ട്രക്ചർ എന്ന് വെച്ചാൽ പുനർക്രമീകരണം ഒക്കെ ട്രെയിനിങ് കൊടുക്കുക. റീസ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ പുനർക്രമീകരണം ഒക്കെ എവിടെയെങ്കിലൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ട് പോകുന്നില്ലെങ്കിൽ ഒന്ന് ഒരു അഴിച്ചുപണിയൊക്കെ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, അതായത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിച്ചു കൊടുക്കുക. അപ്പൊ അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരായിരിക്കും. അങ്ങനെ പല രീതികൾ, പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ച്, പല തന്ത്രപരമായിട്ടുള്ള രീതികളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വെല്ലുവിളികളെ നേരിടാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. വ്യത്യസ്ത തരത്തിലല്ലേ നമ്മളിപ്പോ ഹോസ്പിറ്റലില് പറ്റും അല്ലെ, കോൺഫിഡൻസ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് നേടാൻ പറ്റും അല്ലെ. ഏത് പ്രോബ്ലം നമുക്ക് അത് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കണം. എന്താണ് നമ്മളെ കൊണ്ട് അതൊക്കെ വീണ്ടും അല്ലെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു മനോഭാവത്തോട് കൂടിയില്ല. അപ്പൊ എത്ര ചലഞ്ചസ് ഉണ്ടായാലും ആ ചലഞ്ചുകളെല്ലാം നേരിടാനായിട്ട് എന്തെങ്കിലും പോംവഴികൾ കണ്ടെത്തുക, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയി ആ ഒരു ചലഞ്ചിനെ പരിഹരിക്കുക അല്ലെ, ആ വെല്ലുവിളിയെ നേരിട്ട് പോകും. ഇതാണ് ഇവിടെ സ്ട്രാറ്റജീസിൽ പറയുന്നത്. എന്താണ് സ്ട്രാറ്റജീസ് അത് അല്ലെ എന്താണ് ചലഞ്ച് വന്നിരിക്കുന്നത്, ആ വെല്ലുവിളിയെ നേരിടാൻ എന്തെങ്കിലും ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യം കണ്ടെത്തുക, അത് അഡോപ്റ്റ് ചെയ്യും. വായിച്ചു നോക്കാം. അതോടുകൂടി നമ്മുടെ ഓവർവ്യൂവിനെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കുക. നമുക്ക് അടുത്തത് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുത്താലോ? കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ അല്ലെ? കമ്പ്യൂട്ടറിന്റെ ബേസിക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഈ ചാപ്റ്റർ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ സൈലന്റ് ആയിട്ടൊന്നും ഇരിക്കണ്ട, എന്നോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് പാഠം മുന്നോട്ട് പോകാം അല്ലെ. ആ ഒരു ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം എല്ലാവരും തന്നെ അത്യാവശ്യം കുറച്ച് കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടർ ഒക്കെ ഉള്ളവരാണ് അല്ലേ? നിങ്ങൾ ആരൊന്നും റിപ്ലൈ തരുന്നില്ല, എല്ലാവരും വായിക്കാണോ? എന്താ ടീച്ചറെ? ടീച്ചർ ഇപ്പൊ എന്തോ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് നമ്മൾക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കമ്പ്യൂട്ടർ ആണ്, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ്. എല്ലാവരും കമ്പ്യൂട്ടർ ഒക്കെ ജസ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് ഈ ചാപ്റ്റർ പോലെ ബോറടിച്ചിങ്ങനെ ഇങ്ങനെ ഞാൻ മാത്രം പറയേണ്ടത് വരില്ല, നിങ്ങൾക്ക് കൂടി ഡിസ്കസ് ചെയ്ത് പോകാമെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. ചാപ്റ്റർ ഇച്ചിരി കൂടുതൽ അല്ലെ, കുറെ വിവരണങ്ങളാണ്. ഇൻസിഡൻസും പ്രിവാലൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നണേ, ആണോ? പക്ഷെ അങ്ങനെയൊക്കെയുള്ള രീതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഇങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ, എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സർവേകൾ നടത്തുന്നത് എങ്ങനെയാണ്, സ്ഥിതിവിവര കണക്കുകളൊക്കെ നടത്തിയെടുക്കുന്നത് ഈ ഒരു രീതിയിലൊക്കെയാണ്. അവർ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ എടുക്കുന്നത്, മുൻകരുതലുകളുടെ ഭാഗമായിട്ട് കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്നത് ഈ ഒരു രീതികളിലൊക്കെയാണ്, ഈ ഒരു റേറ്റുകൾ കണ്ടെത്തിയിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അത്രയും ക്വസ്റ്റ്യൻസ്, അത്രയും ചെറിയ ചെറിയ കണക്കുകളാണ് അല്ലെ, ഫോർമുലാസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഇൻസിഡൻസ് റേറ്റിന്റെയും പ്രിവാലൻസിന്റെയും അതേപോലെ തന്നെ ഡെത്ത് റേറ്റ്, എന്താണ് മോർട്ടാലിറ്റി റേറ്റ്, അതെല്ലാം സെയിം മീനിങ് ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോർമുല ഒരു ബേസിക്കലി നമുക്ക് അറിയാവുന്നത് തന്നെയായതുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു ടീച്ചർ. 15 കഴിയുന്നു.